നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു യാത്ര പോയപ്പോ അവിടെ ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞ ഒരു കാർഷിക ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ്. അവർക്ക് ഞാൻ ബെഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ്ങിന്റെ ഒരു ക്ലാസ് കൊടുത്തു. അതിന്റെ അമരക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മളെ ശ്യാമള ചേച്ചിയാണ് സംസാരിക്കുന്ന ആള്. അവര് പിന്നെ എന്ത് അടുക്കും ചിട്ടയിലാണെന്ന് അറിയോ ആ ഗ്രൂപ്പ് കൊണ്ട് നടക്കുന്നത്. എല്ലാവരെ കൊണ്ട് നിർബന്ധമായിട്ടും ടെറസിലും മുറ്റത്തും പറമ്പിലും ഒക്കെ കൃഷി ചെയ്യിക്കുക. ഇത് അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ആരാണോ ചെയ്യാൻ താല്പര്യമുള്ള അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. പിന്നെ ഗിരീശൻ ചാക്ക എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ മെമ്പർ ഉണ്ട്. പിന്നെ ഒരു അയ്യർ സാർ, കുറെ ആൾക്കാരുണ്ട്. സജീന കാഫർ, പിന്നെ എന്നെ വിളിക്കുന്ന, എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ കിട്ടുന്നില്ല, എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ചെടി സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു 2-3 മാഡം, അവര്, പിന്നെ കുറെ ആൾക്കാർ, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ നമ്മളെ ക്ലാസ് വളരെ രസകരമായിട്ട് കേട്ടിരുന്നു. കാരണം ഞാൻ ഓരോ കാര്യം, ബെഡിങ് ഗ്രാഫ്റ്റിങ്ങിന്റെ കാര്യം പറയുമ്പോഴും ഓരോന്നും ശ്രദ്ധിച്ച് അവരെങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മെച്ചങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഓരോന്ന് പറയുമ്പോഴും ഓരോ സാധനങ്ങൾ, ബെഡിങ്ങിന് ഒരു ക്ലിപ്പ് വേണം അല്ലെങ്കിൽ ഒരു റിബൺ വേണം എന്ന് പറയുമ്പോഴും ഓരോരുത്തരും എഴുന്നേറ്റ് വന്ന് കൃത്യമായിട്ട് എനിക്ക് കൊണ്ടുതന്ന് എന്നെ അതിൽ സഹായിച്ചു. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് ചെയ്തത് കുട്ടികൾ ചെയ്തിട്ട് നമുക്ക് ടീച്ചേഴ്സിനെ കൊണ്ട് കാണിക്കുന്നത് പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് നമ്മൾ നോക്കണം, നിർബന്ധമായിരുന്നു അവർക്ക്. അപ്പൊ അത്ര ക്ലിയർ ആയിട്ട് അവർ ചെയ്തു. പിന്നെ തൈക്കാട് വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്ത്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, അധികം സീനിയർ സിറ്റിസൺസ് ആയിരുന്നു. കുറച്ച് ബാക്കിയുള്ള ആളുകൾ, ഇവരൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന എന്താ അറിയോ, ഞാൻ ചോദിച്ചപ്പോഴാണ് ഈ സീനിയർ സിറ്റിസൺസ് കൂടുതൽ ഇതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം തന്നെ അതാ. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അത് അടുക്കളത്തോട്ടത്തിലും ചെടികളിലും പ്രാവർത്തികമാക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ എവിടെ ട്രെയിനിങ് ഉണ്ടോ അവരെല്ലാവരും പങ്കെടുക്കും. ഒരു പട്ടാള ചിട്ടയിലാണ് ആ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. കൃത്യമായ ഒരു ക്യാപ്റ്റന്റെ മാർഗനിർദ്ദേശത്തിലൂടെ ഇങ്ങനെ പോവുകയാണത്. കുറെ ആൾക്കാർ എന്റെ ക്യാപ്റ്റന്മാരുണ്ട് എങ്കിലും ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. ശ്യാമള ചേച്ചി എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് അടുത്തിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഇടയ്ക്ക് പറയും ഞങ്ങൾ ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്യണത് എന്ന് പറഞ്ഞുതരും. അപ്പൊ അതിപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ആ ഗ്രൂപ്പിൽ ഓരോരുത്തരും എത്രത്തോളം എക്സ്പേർട്ടുകളാണെന്ന് കേട്ടോ. പിന്നെ ഇത് പഠിക്കാനായിട്ട് കൃത്യമായിട്ട് വേറെ എവിടുന്നും പഠിച്ചിട്ടും ഒന്നുകൂടി മനസ്സിലാക്കാൻ വന്ന ആളുകളും കുറെ ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുട്ടികൾക്കൊരു മത്സരം നടത്തിയിരുന്നു. കൃഷി ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടി, കുട്ടി കർഷകൻ മത്സരം. അപ്പൊ ആ മത്സരത്തിലുള്ള കുട്ടികളെ ഞങ്ങൾ ആദരിച്ചു, കുറെ സമ്മാനങ്ങൾ കൊടുത്തു. അതുകൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും പാട്ടും മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട കുറെ പാട്ടുകൾ പാടി അവർക്കൊക്കെ ഞങ്ങൾ സമ്മാനങ്ങൾ കൊടുത്തു. അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ നാട്ടിലും ഇങ്ങനത്തെ ക്ലാസ്സും പ്രോഗ്രാമും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് വിളിച്ചോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് കുറച്ച് ആളുകളുടെയൊക്കെ പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. നിങ്ങളും ആസ്വദിച്ചോളൂ. നീലക്കടമ്പിന്റെ ചോട്ടിൽ നീലെ ചെമ്പരത്തി പൂവേ ചൊല്ലൂ ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ പുന്നല്ലയോ ചെമ്പരക പോത്തും ചെമ്പരത്തി പൂവേ ചൊല്ല്. മുക്കുറ്റി തിരുതാടി കാറും മലരും പറിച്ചു കെട്ടിത്ത 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 പറിച്ചു കെട്ടിത്ത.